ഹേ ഗൈസ്, അപ്പൊ നിങ്ങൾ ഒരുപാടധികം കഷ്ടപ്പെട്ട് ലോണൊക്കെ എടുത്തിട്ട് ഒരു ഹോട്ടൽ തുടങ്ങിയെന്ന് വിചാരിക്കാം. നിങ്ങളിപ്പോൾ ഒരു റെസ്റ്റോറന്റ് ഓണറാണ്, നിങ്ങൾ ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്നു അത്. ഓക്കെ, അപ്പോൾ സഡൻലി ഒരു പറ്റ ആൾക്കാർ അങ്ങോട്ട് വരികയാണ്, എന്നിട്ട് നിങ്ങളെ ഹോട്ടലിനെ റിവ്യൂ ചെയ്യാണ്. അതായത് അവിടുത്തെ ഫുഡ് വളരെയധികം മോശമാണ്, അവിടെ പൈസയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അനുസരിച്ച് ഫുഡ് കിട്ടുന്നില്ല, ഓവർ പ്രൈസിങ് ആണ്. പിന്നെ അവിടെ ആംബിയൻസ് പോയി കഴിഞ്ഞാൽ ഫുൾ ഓഫ് ഈച്ചകളും കാര്യങ്ങളൊക്കെ ആ ഹോട്ടലിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു. കാരണം ഒരുപാടധികം ലോണും ആ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് മേടിച്ച് നമ്മളിപ്പം ലോണിന്റെ പുറത്തൊക്കെ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി ക്രിയേറ്റ് ചെയ്തതാണ്, നമ്മുടെ സ്വപ്നം ബിൽഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു റിവ്യൂ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു അവസ്ഥ എന്തായിരിക്കും? വളരെയധികം വിഷമമായിരിക്കും. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാന്ന് ഓർത്തിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കുക, അങ്ങനത്തെ കുറേ അധികം കാര്യങ്ങൾ അതിലൂടെ വരുന്നുണ്ട് അല്ലേ. പക്ഷെ ഇതൊന്നും പറ്റാതെ, അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടും ഒരു കുലുക്കം പോലും ഇല്ലാതെ ഒരു പുഞ്ചിരിയോടെ നേരിട്ട ഒരാളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന ഒരു കേസ് സ്റ്റഡിയാണ്. അതായത് ഇന്നത്തെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നെഗറ്റിവിറ്റി കൊണ്ട് അപ്പാടെ ഇല്ലാതെ ആവൂല എന്ന് തെളിയിച്ച ഒരാളാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഹംഗ്രി മൃണാളിന്. അതായത് മൂപ്പര് ആ ചിരി കൊണ്ട് തന്നെ മൂപ്പര് ആ ഇത്തരത്തിലുള്ള കോൺട്രവേഴ്സീസിനും കാര്യങ്ങളിലൊക്കെ തള്ളി കളഞ്ഞിട്ട് അതൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ബിസിനസ് പ്രൊമോട്ടിംഗ് ഫാക്ടർ ആക്കിയിട്ട് മാറ്റിയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. കാരണം എന്താ വെച്ചാൽ ഇയാളെ ഫുഡ് വ്ളോഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് നല്ല രസമാണ് ഇയാൾ കഴിക്കുന്നത് കാണാൻ, നാടൻ ഭക്ഷണം കാര്യങ്ങളൊക്കെ. പിന്നെ മെയിൻലി ബിരിയാണിയാണ് കുറേ അധികം റിവ്യൂ ചെയ്യാറ്. അതായത് പണ്ടൊക്കെ ഇത്തരത്തിലുള്ള ഫുഡ് റിവ്യൂയിലൂടെ വന്നിട്ടുള്ള ഒരാളാണ്. ആളിങ്ങനെ എടുത്ത് കഴിക്കുന്നത് കാണാൻ തന്നെ ഒരു രസമാണ്, ഇങ്ങനെ ഉള്ളോട്ട് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്നൊരു ഇതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലൂടെ വന്നിട്ട് ഇപ്പം കറന്റ്ലി ഒരു റെസ്റ്റോറൻറ്റ് ഓണറാണ്, ഹംഗ്രി മൃണാൾ എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് സ്ഥലത്ത് ഇപ്പം ഔട്ട്ലെറ്റ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാൾക്കും സെയിം സിറ്റുവേഷൻ വരികയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഇയാൾ നേരെ ഓപ്പോസിറ്റ് ആക്കി മാറ്റി. അതായത് ഇയാളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതായത് ഇന്നത്തെ ബിസിനസ്സിൽ ഈ ഒരു നെഗറ്റീവ് കോൺട്രവേഴ്സീസ് വന്നതുകൊണ്ട് ഇയാൾക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റിന്റെ പബ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ആയി. അതായത് കയ്യിൽ കാശ് ചെലവില്ലാതെ പരസ്യം വന്ന പോലെ ആയിപ്പോയി. ബാഡ് റിവ്യൂസ് ഇയാൾ ഒരു ബിസിനസ് സ്ട്രാറ്റജി ആക്കിയിട്ട് മാറ്റി. അതായത് ഇത്തരത്തിൽ ബാഡ് റിവ്യൂസ് കഴിഞ്ഞപ്പോൾ സാധാരണ ഏതൊരു റെസ്റ്റോറൻ്റ് ആയാലും പൊട്ടിപ്പൊളിഞ്ഞു പോകാവുന്ന ഒരു സംഭവം ഇയാൾക്ക് അത് ഡബിൾ ബെനിഫിറ്റ് ആയി കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാടധികം കസ്റ്റമേഴ്സ് അയാൾക്ക് കൂടുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ദ സൈക്കോളജി ഓഫ് നെഗറ്റീവ് റിവ്യൂ ഇൻ 2025 എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് നിങ്ങളോട് ഒരു വ്ളോഗർ വന്നിട്ട് പറയാണ് ഈ ഒരു ഫുഡ് നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം, അതായത് ഒരുപാട് കണ്ടന്റ് ഒന്നും അങ്ങനെ ഇറങ്ങുന്നുണ്ട് അല്ലേ, പക്ഷെ അതിന് ഏകദേശം ഒരു 10 to ഒരു കുറച്ച് വ്യൂസേ കിട്ടുള്ളൂ. പക്ഷെ നിങ്ങളോടൊരു വ്ളോഗർ വന്ന് പറയാണ് ഇവിടുത്തെ ഫുഡ് കൊള്ളില്ല, ഇവിടുത്തെ ഫുഡ് ഈച്ച വന്ന ഫുഡാണ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു തംബ്നെയിൽ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ എത്ര പേര് അതിലേക്ക് പോകും? വളരെയധികം ആൾക്കാർ അതിലേക്ക് പോകും. അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് റീച്ച് കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, ഇതേ സെയിം തിങ് ആണ് ഇവിടെ അപ്ലൈ ആയിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളറിയാം സോഷ്യൽ മീഡിയ ആൽഗോരിതം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ എൻഗേജ്മെന്റ് ആണ്. എൻഗേജ്മെന്റ് നോക്കിയിട്ടാണ് ഓരോ കണ്ടന്റ് എക്സ്പ്ലോർ ചെയ്തിട്ട് വൈറലാവുന്നത്. അതായത് സപ്പോസ് ഇപ്പോൾ നെഗറ്റീവ് റിവ്യൂ ആയാലും നല്ല റിവ്യൂ ആയാലും, ഇപ്പം നെഗറ്റീവ് റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടധികം ചർച്ചകൾ അതിൻ്റെ അടിയിൽ വരും. അതായത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഇത്തരത്തിലുള്ളൊരു ഫുഡിനെ പറ്റിയോ എൻ്റെ ഫുഡിൽ നിന്ന് കുറേനെ കിട്ടിയെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ പല ഐറ്റത്തിൽ കമൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതന്നെയാണ് സോഷ്യൽ മീഡിയയിലേക്കും വേണ്ടത്. അതായത് സോഷ്യൽ മീഡിയ ഇത്തരത്തിലുള്ള കണ്ടന്റ് നല്ല രീതിക്ക് പ്രൊമോട്ട് ചെയ്യും. അതായത് ഹൈലി എൻഗേജ്മെന്റ്, ഹൈലി ലൈക്ക് കിട്ടുന്ന, പിന്നെ എന്തൊരു കമന്റ് ആയാലും, ഇപ്പോൾ നെഗറ്റീവ് കമന്റ് ആയാലും നല്ല കമന്റ് ആയാലും എന്തൊരു കമന്റ് ആയാലും, കമന്റ് വന്നു കഴിഞ്ഞാൽ അത് വൈറലായിരിക്കും. അതായത് ഓരോരോ കമന്റ് ഇടുമ്പം അതിന് എൻഗേജ്മെന്റ് കൂടുകയാണ്. അപ്പം ഓരോ കണ്ടന്റിന് എൻഗേജ്മെന്റ് കൂടുന്തോറും അത് വൈറൽ ആവാനുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് കൂടി വരും. ഓക്കെ, അപ്പം സെയിം തിങ് ആണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതായത് ഓരോ ആൾക്കാർ, അതായത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വന്നിട്ട് ഇത്തരത്തിൽ കൊള്ളില്ല എന്നൊക്കെ പറയുമ്പോൾ ഓരോ ആൾക്കാർക്ക് എന്ത് ചെയ്തു? ക്യൂരിയോസിറ്റി ഇളകി. അവരൊക്കെ എന്ത് ചെയ്തു? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ അത്തരത്തിലൂടെ ഈ ഒരു കണ്ടന്റ്, അതായത് നമുക്ക് ഈ ഇത്തരത്തിലുള്ള ഡ്രാമാസ്, കോൺട്രവേഴ്സീസ് കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണല്ലോ. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സപ്പോസ് ഒരു നല്ല കണ്ടന്റ് ഒരു ക്രിയേറ്റർ വളരെ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കൂതറ കണ്ടന്റ്, അതായത് കോൺട്രവേഴ്സീസ്, അതായത് ഡ്രാമ കോൺട്രവേഴ്സീസ്, അതായത് ഗോസിപ്പ് കാര്യങ്ങൾ ടൈപ്പുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായും ഏതിനാണെങ്കിലും കൂടുതൽ വ്യൂസ് കിട്ടാന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാവും. അതായത് നമ്മളെ ഈ ഒരു കേരളത്തിൽ നമ്മളെടുത്ത് കഴിഞ്ഞാൽ എസ്പെഷ്യലി കൂടുതലാണ് ഇത്തരത്തിലുള്ള കണ്ടന്റുകളോട് ആൾക്കാർക്ക് കുറച്ച് താല്പര്യം കൂടുതലാണ്, ഇത്തരത്തിലുള്ള ഗോസിപ്പ് കാര്യങ്ങളൊക്കെ.
ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ബിഗ് ബോസ് എന്ന് പറഞ്ഞ കണ്ടന്റ്. ആ ഒരു കണ്ടന്റുമായിട്ട് ജീവിക്കുന്ന കുറെ പേരുണ്ട്. അതായത് ബിഗ് ബോസ് അതിന്റെ ഇതിലിങ്ങനെ പോകുന്നുണ്ട്, പക്ഷെ അത് കണ്ടന്റ് ആയിട്ട് അതിനെ പറ്റി റിവ്യൂ ചെയ്തിട്ട് കുറെ അധികം എന്താ പറയാ വിവരമില്ലായ്മ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആക്ച്വലി അവർക്ക് വിവരമില്ലാത്തവർ ആയിട്ടല്ല, ഈ കാണുന്ന നിങ്ങൾക്കാണ് വിവരമില്ലാത്തത്. നിങ്ങൾ കാണുമ്പോൾ അവർക്ക് എൻഗേജ്മെന്റ് കൂടും, അവർക്ക് അതിന് റീച്ച് കിട്ടി അവർക്ക് അതിന് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ഓൾ. നിങ്ങൾക്ക് നിങ്ങൾക്ക് അതുകൊണ്ടൊന്നും കിട്ടാനില്ല. അവരെന്തായി ക്യാപ്ഷൻ കൊടുക്കും, അതായത് രേണു സുധീനെ മറ്റേത് വിളിച്ചു, രേണു സുധീനെ ഇത് വിളിച്ചു, അങ്ങനത്തെ കാര്യം. ഇപ്പൊ രേണു സുധിയാണല്ലേ ട്രെൻഡിങ്ങിലായി പോയിക്കൊണ്ടിരിക്കുക. എന്തിനാ എന്തോന്ന് എനിക്ക് തന്നെ അറിയില്ല. ഓക്കെ, അതായത് ഞാനിപ്പം നമുക്കറിയാം സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോൾ ബിഗ് ബോസുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത്. നമുക്ക് ഒരുപാടധികം ഗ്രൂപ്പ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പ്സിൽ കാര്യങ്ങളിലൊക്കെ വരുന്ന മെസ്സേജസ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളെ ആൾക്കാരുടെ ഒരു വിഷൻ, ഭൂരിഭാഗം ആൾക്കാരുടെ ഒരു വിഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്, നെഗറ്റീവ് ആയിട്ടുള്ള ഡ്രാമാസ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ തന്നെ വളരെയധികം പോപ്പുലറായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഹംഗ്രി മൃണാളിന്റെ ഒരു കേസ് സ്റ്റഡി നോക്കി നോക്കാം. ഇയാൾ എന്തായിരുന്നു, ആദ്യം ഫുഡ് ബ്ലോഗർ ആയിരുന്നു, ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഓണറാണ്. അപ്പം ഇയാൾക്ക് നേരെ ഒരുപാടധികം സൈബർ അറ്റാക്ക് മാതിരി വരികയാണ്. ലൈക്ക് ഇയാളെ ഫുഡ് കൊള്ളില്ല, ഓവർ പ്രൈസ്ഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലൈസ് കാര്യങ്ങളൊക്കെ ഇയാളെ ഹോട്ടലിൽ നിറച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇയാൾ ഇതിനൊക്കെ ഒരു പുഞ്ചിരിയോടെ കണ്ടിട്ട് ഇയാൾ ഇതിനൊക്കെ വെല്ലുവിളിച്ചിട്ട് കുറേ അധികം വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അതായത് ഒരു ഒരു ക്രിറ്റിസിസത്തിനെ അതിന് റിയാക്ട് ചെയ്യുക. അതായത് ഇനിയിപ്പം അങ്ങനെയല്ലടാ ഇങ്ങനെയല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലർ റിയാക്ട് ചെയ്യുക. പക്ഷെ അത്തരത്തിലൊരു റിയാക്ഷൻ അല്ല ഇയാൾ കൊണ്ട്. ഇയാളൊരു ഒരു പുച്ഛം അല്ലെങ്കിൽ ഒരു ലൈറ്റ്ലി എല്ലാത്തിനും ഒരു ചിരിച്ച് കാണിച്ചിട്ട് ഇയാൾ കുറെ അധികം വീഡിയോസ് ചെയ്യാണ്. ഇയാൾ ആ ഒരു നെഗറ്റീവ് റിവ്യൂസ് കഴിഞ്ഞ ശേഷം ഇയാൾ എന്ത് ചെയ്യും, ഒരുപാടധികം സെലിബ്രിറ്റീസിനെ ഇയാളെ ഹോട്ടലിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അവരെ കൊണ്ട് റിവ്യൂസ് കാര്യങ്ങളൊക്കെ പറയിപ്പിക്കുകയാണ്. അതായത് ഇതിന് ശേഷം, അതായത് ഈ നെഗറ്റീവ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം ഒരുപാടധികം സെലിബ്രിറ്റീസ് ആണ് പിന്നെ ഇയാളുടെ ഹോട്ടലിലേക്ക് വരുന്നതും റിവ്യൂസ് കാര്യങ്ങളൊക്കെ പറയുന്നു. ഓക്കെ, അപ്പൊ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടധികം ഹൈപ്പ് ഇയാൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇയാൾ ഇയാൾക്ക് അത്രയും കോൺഫിഡന്റ് എന്താ വെച്ചാൽ ഇയാൾ നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് തന്നെയാണ് അവിടെ കൊടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇയാളെ ബ്രാൻഡിന്റെ പേരാണ്, അതായത് ബിരിയാണീനൊരു ബ്രാൻഡ് ആക്കിയിട്ട് റൈസ് ഓഫ് പേർഷ്യ അങ്ങനെ എന്തോ ഒരു ബ്രാൻഡ് ആക്കിയിട്ടൊക്കെയാണ് ഇയാൾ വിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇയാള് അതിലൂടെ സ്ട്രാറ്റജീസ് കാര്യങ്ങൾ ഈ ഒരു കുറഞ്ഞ കാലയളവിൽ തന്നെ കുറെ ആൾക്കാർ ഇയാളെ ബിരിയാണീനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻസ് തന്നെ ഇയാള് ഇയാളെ ബിസിനസ് സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം. ഇയാൾ വേണമെങ്കിൽ അച്ചാർ കൂട്ടിയാൽ മതി, വേണമെങ്കിൽ അച്ചാറും അതായത് അച്ചാർ ഉള്ളി കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതി, അങ്ങനത്തെ കുറെ അധികം കാര്യങ്ങൾ കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ അതിന് കുറച്ച് പൈസ കൊടുത്താൽ മതി. അതൊക്കെ ഇയാൾ എന്ത് ചെയ്തു, ഇതിന്റെ ഗ്യാപ്പിലൂടെ അതായത് ഈ ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ആ സമയത്ത് ഇയാൾ അടിച്ച് വിടുകയാണ്. ഓക്കെ, അപ്പൊ അതിലൂടെ എന്തായി, കുറെ അധികം ആൾക്കാർ ഇയാളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പം ശ്രദ്ധ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത് അത്ര ബാഡാണോ, എന്നാൽ അവിടെ പോയി ഒന്ന് കഴിച്ചു നോക്കണമല്ലോ, ജസ്റ്റ് അങ്ങനത്തെ ഒരു ചിന്താഗതി വന്നു. ഓക്കെ, അപ്പൊ ഒരുപാടധികം ഇൻഫ്ലുവൻസേഴ്സ് ആണ് പിന്നെ ആ ഒരു ഹോട്ടലിലേക്ക് പോയിട്ടുള്ളത്, അവിടുന്ന് റിവ്യൂ ചെയ്തിട്ടുള്ളത്. കുറെ പേരും അവിടെ പോയ ഭൂരിഭാഗം പേരും പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ നല്ല ഫുഡ് തന്നെയാണ്, പക്ഷെ ചില കാര്യങ്ങൾ മാത്രമേ അവര് മാറ്റി പറയുന്നുള്ളൂ. പക്ഷെ ഒരുപാടധികം പോസിറ്റീവ് റിവ്യൂസ് പിന്നെ അതിലൂടെ അയാൾക്ക് കിട്ടാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അയാളുടെ ഒരു സക്സസിന് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം. ഇനി ഞാൻ നിങ്ങൾക്ക് പവർ ഓഫ് നെഗറ്റീവ്, അതായത് ഈ നെഗറ്റീവ് റിവ്യൂസിന്റെ പവർ ഞാൻ നിങ്ങൾക്ക് കൂടുതലാക്കി മനസ്സിലാക്കി തരാം എന്തൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ 2025 പ്രധാനമായിട്ട് നെഗറ്റീവ് റിവ്യൂ വർക്ക് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്താ വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എൻഗേജ്മെന്റ് ആണ്. അതായത് എന്തൊരു കാര്യത്തിലും ഹൈലി എൻഗേജ്മെന്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിക്ക് വൈറലാവും. എസ്പെഷ്യലി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ നല്ല രീതിക്ക് എൻഗേജ്മെന്റ് വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. കാരണം കമന്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു നെഗറ്റീവ് തിങ് ആണ് ഒരാൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ വരുന്ന കമന്റ് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. ഒരു നല്ല കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ പ്രത്യേകിച്ച് ആരും കമന്റന്റ് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോവുള്ളൂ. പക്ഷെ നെഗറ്റീവ് കാര്യമാണെങ്കിൽ അതിനെ എതിർക്കാനും അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ടാവും. കമന്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ അത്രയും ലൈവ് ആയിരിക്കും. അതുകൊണ്ട് നല്ല രീതിക്കുള്ള റീച്ച് എൻഗേജ്മെന്റ് പോകും. ഫസ്റ്റ് ഓഫ് ഓൾ അത്. പിന്നെ ഫോമോ കൾച്ചർ, അതായത് എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ പറയാണ് ഇത് നല്ലതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആൾക്കാരുടെ മനസ്സിലൊരു കാര്യം ഉപയോഗിക്കും, എന്നാൽ അതൊന്ന് നോക്കി നോക്കണല്ലോ, ജസ്റ്റ് എന്നാൽ അവിടെ ഒന്ന് പോയി നോക്കണല്ലോ, അങ്ങനത്തെ ഒരു ചിന്താഗതി വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പേരാണ് ഇയാളുടെ ഹോട്ടലിലേക്ക് പിന്നെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതും ഇയാൾക്ക് നല്ല രീതിക്ക് ഇയാളെ ബിസിനസ് മുന്നോട്ട് പോകാനൊരു ചാൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ പീപ്പിൾ ലവ് ഡ്രാമ, അതായത് അവർക്കൊരു ക്യൂരിയോസിറ്റി ആണ് ഇത്തരത്തിലുള്ള ഡ്രാമാറ്റിക് ആയിട്ടുള്ള കുറെ അധികം കണ്ടന്റ് കാര്യങ്ങളൊക്കെ കാണാൻ. പിന്നെ റിവേഴ്സ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളോട് ഒരാൾ പറയാണ് അത് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലൊരു ക്യൂരിയോസിറ്റി, എന്നാൽ അതൊന്ന് ചെയ്ത് നോക്കണമല്ലോ,
അതായത് അങ്ങനത്തെ ഒരു റിവേഴ്സ് സൈക്കോളജി സൈഡ് നിങ്ങൾ ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് വന്നിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ആരെങ്കിലും പാരൻസോ കാര്യങ്ങളോ എന്തെങ്കിലും പറയാണ് അത് തുടരുത്, അങ്ങോട്ട് പോകരുത്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിലൊരു ടെൻഡൻസി ഉണ്ടാവും, എന്തായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക, ലൈക്ക് അങ്ങനെ ഒരു തോട്ട് പോകും. ഓക്കെ, അപ്പോൾ എന്തായാലും അവിടെ വിസിറ്റ് ചെയ്യണം, അവിടുന്ന് ഫുഡ് കഴിക്കണം, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മൈൻഡ് നിങ്ങളെ ഇതിൽ ഡെവലപ്പ് ചെയ്യും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് എല്ലായ്പ്പോഴും ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ആവണം എന്നില്ല. ഒരു വാള് മാതിരിയാ, 2 തലയുള്ള വാള് മാതിരിയാ. അതായത് ചിലപ്പോൾ നമുക്ക് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് റിവ്യൂവിന്റെ വീഡിയോയിലൂടെ തകർന്ന് തരിപ്പണമായി പോയ ഒരുപാടധികം ബിസിനസ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, പക്ഷെ ഇയാൾ എന്ത് ചെയ്തു, നല്ല സ്മാർട്ട്ലി അത് ഇംപ്ലിമെന്റ് ചെയ്തു, കാര്യങ്ങളൊക്കെ ഒരു തഞ്ചത്തിൽ മുന്നോട്ട് നീക്കി. അതുകൊണ്ട് എന്ത് ചെയ്തു, നല്ല രീതിക്കുള്ള ബെനിഫിറ്റ്. അതായത് ഈ ഒരു നെഗറ്റീവ് റിവ്യൂ ഇത്തരത്തിൽ കൺവേർട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു ബെനിഫിറ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. പക്ഷെ എന്തെങ്കിലും കാരണവശാൽ ഫ്ലോപ്പ് ആയാൽ കംപ്ലീറ്റ്ലി നമ്മൾ ഇല്ലാതാവാനുള്ളൊരു ചാൻസ് ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്തായിരിക്കണം, നിങ്ങളെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നല്ല രീതിക്ക് കോൺഫിഡൻ്റ് ആയിരിക്കണം. ഓക്കെ, അതായത് നിങ്ങളെ പ്രൊഡക്റ്റ് അത്രയ്ക്ക് നല്ലതാണെന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തന്നെ വേണം. പിന്നെ നിങ്ങൾക്ക് ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവ് വേണം, ഒരു ഹ്യൂമർ സെൻസോട് കൂടിയിട്ട് അതിനെ തരണം ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് വേണം. പിന്നെ ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഡെഫിനറ്റ്ലി എന്തൊരു നെഗറ്റീവ് കാര്യം വന്നാലും അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് എടുത്തിട്ട് നല്ല രീതിക്ക് നിങ്ങളെ ബിസിനസ്സിനും പോപ്പുലാരിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ്സോ കാര്യങ്ങളോ സ്റ്റാർട്ടപ്പോ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോവുകയാണെങ്കിൽ ഇത്തരത്തിലൊരു നെഗറ്റീവ് കാര്യം വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ആയിട്ട് എടുക്കാവുന്നതാണ്. കാരണം ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇന്നുണ്ട്, അതായത് ഇത്തരത്തിൽ നെഗറ്റിവിറ്റി തേടി നടക്കുന്ന കുറേ പേരുണ്ട്. അതായത് എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ കാത്തിക്കുക, അതായത് കണ്ടന്റ് ഇല്ലാതെ വിഷമിക്കുന്ന കുറേ പേരുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഉള്ളവർക്ക് എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അവരിട്ട് പൊരിക്കും. ഓക്കെ, അപ്പൊ അത് നമുക്ക് പോസിറ്റീവായി വന്നു കഴിഞ്ഞാൽ നമ്മളെ ബിസിനസ്സിന് വളരെയധികം ഉപകാരപ്പെടും. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി ഒരുപാട് സ്ട്രീമേഴ്സ് ആയാലും ഇന്ന് നമ്മുടെ കേരളത്തിൽ നോക്കിയാൽ തന്നെ നമുക്ക് കാണാം. നമ്മളെ തൊപ്പി നിങ്ങളെല്ലാവർക്കും അറിയുന്നുണ്ടാവും. തൊപ്പി ഒരു സ്ട്രീമറാണ്, ഗെയിമിംഗ് സ്ട്രീമറൊക്കെ ആയി വന്നതാണ്. ഇപ്പം ഏകദേശം ഒരു കോൺട്രവേഴ്സി, നെഗറ്റീവ് കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ പോപ്പുലറായി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പേര് ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റവും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ടും നമുക്ക് വരാവുന്നതാണ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും ബിസിനസ് ചെയ്യാന്നുള്ളൊരു ധാരണ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതൊരു നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അതായിരിക്കും ഇറ്റ്സ് മീ നവനീത് സൈനിങ് ഓഫ്.